ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സീസണൽ പ്ലാന്റ്സിനെ കുറിച്ചാട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. യൂഫോർബിയ ഫാമിലിയിൽപ്പെട്ട പോൻസിറ്റിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ചെടിയെ ക്രിസ്മസ് പ്ലാന്റ്, വിൻ്റർ പ്ലാന്റ് എന്നെല്ലാം പറയും. വിൻ്റർ സീസണിലാണ് ഈ ചെടി ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് പൂവല്ല കേട്ടോ, ഇതിൻ്റെ ഇലയിൽ വരുന്ന ഒരു കളർ വ്യത്യാസമാണ് കേട്ടോ, അല്ലാതെ ഇതിൻ്റെ പൂവല്ല. ഇതിൻ്റെ പൂവ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് മഞ്ഞ, ഒരു മഞ്ഞ കളറിൽ അതിൻ്റെ നടുവിൽ കാണുന്നതാണ്. ഒരു കുഞ്ഞാണ് കേട്ടോ, ചെറിയൊരു പൂവാണ് കേട്ടോ അതിലുള്ളത്. പിന്നെ ഡിസംബർ മാസത്തിൽ, അതാണ് ക്രിസ്മസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ് ഇത് കൂടുതൽ ഭംഗിയാണ് കേട്ടോ. ഈ ഒരു നല്ല ഡാർക്ക് ഗ്രീനിൽ ഇങ്ങനെ റെഡ്, അതുപോലെ തന്നെ മറ്റു കളറൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത്, അപ്പോൾ ആ ഇലയിൽ വരുന്ന ഒരു വേരിക്കേഷൻ, ഇലയിൽ വരുന്ന ഒരു മാറ്റം അത് ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഇത് ക്രിസ്മസ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓറഞ്ച്, പിങ്ക്, റെഡ്, വൈറ്റ്, മിക്സ്ഡ് കളർ എല്ലാ നിറത്തിലും, ലൈറ്റ് ഗ്രീനിലൊക്കെ തന്നെ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഡാർക്ക് പച്ചൻ്റെ ഇല ഇങ്ങനെ മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ മുഴുവനും പച്ച കളറിലേക്ക് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ വരുന്നത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് കേട്ടോ ഈ ഒരു ഭംഗിയിൽ നമ്മൾ കാണുന്നത്. അതിൽ സെപ്റ്റംബറിൽ ഏപ്രിലിൻ്റെ നടുവിലുള്ള മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടുള്ളത് കേട്ടോ. മിതമായ രീതിയിലുള്ള വെയിൽ, മിതമായ രീതിയിലുള്ള വളം, കൂടുതൽ വളം കൊടുത്താൽ ഈ ചെടി നശിച്ചു പോകട്ടോ. അതുപോലെ നല്ല വെയിലത്ത് വെച്ചാലും ഈ ചെടി നമുക്ക് കിട്ടില്ല, അത് നമുക്ക് നശിച്ചു പോകും. അപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ തണ്ടിൻ്റെ ഉള്ളിൽ പൊള്ളയായിട്ടുള്ള, യൂഫോർബിയ പ്ലാന്റ്സിൻ്റെ തണ്ട് പോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് പൊള്ളയാണ്. അപ്പോൾ നമ്മൾ ഫിംഗർ ടൈപ്പ് മെത്തേഡ് ഈ ചെടിക്ക് എന്തായാലും സ്വീകരിക്കണം. കാരണം നമ്മൾ ചട്ടി ഒന്ന് തൊട്ട് നോക്കിയിട്ട്, അതായത് നനവുണ്ടോ എന്ന്, മണ്ണ് നനവുണ്ടോ നോക്കിയിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ആകുമ്പോൾ നമുക്കിത് നശിച്ചു പോകും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് തണ്ടിൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്. അപ്പോൾ കുറച്ചൊരു പ്രയാസമാട്ടോ ഇതിൻ്റെ ഒരു തൈ നമുക്ക് പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടി, വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചെടി മാത്രം മതിട്ടോ നമ്മുടെ ഗാർഡൻ ഇങ്ങനെ സുന്ദരമാക്കാൻ. അത്രക്കും ഭംഗിയാണ്, നമ്മൾ പൂക്കളെക്കാണ്ടി ഭംഗിയാണ് ഇലയിൽ വന്ന ഈ ഒരു മാറ്റം കേട്ടോ. ഇലയിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഒരു 5 ദിവസം തുടർച്ചയായിട്ട് ഈ ചെടിക്ക് കുറച്ച് വെളിച്ചമില്ലാതെ, അതായത് ഇരുട്ട് വേണം കേട്ടോ. അത് വിചാരിച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലത്തും വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ?